ഹായ് ഓൾ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിൽ നല്ല മഴയാണല്ലേ? എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാത്തവരെ ആരും ഉണ്ടാവില്ല അല്ലേ, പ്രത്യേകിച്ച് പ്രവാസികൾ. നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ? നിങ്ങൾ അജ്മാൻ നിയറസ്റ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ബിഗ് ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്നുള്ളത് ദിവാൻ അൽമന്തി യമനി റെസ്റ്റോറൻറ്റിലാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുന്ന അജ്മാൻ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് അല്ലയോ എന്ന് ഈ വീഡിയോയിൽ കൂടെ കാണാം. സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. റെസ്റ്റോറൻറ്റ് നമുക്ക് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് നമ്മൾ ഇക്കമാരാണ്. ഇവർ ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ. സോ നമ്മളിന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് റീസണും ഉണ്ട്. ഇക്കയുടെ വൈഫ് ഒപ്റ്റോമെട്രിസ്റ്റ് ആയതുകൊണ്ട് അജ്മാനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആൾക്ക് നൈറ്റാണ് ഡ്യൂട്ടി വരുന്നത്. 11 o'clock ആവും കഴിയുമ്പോൾ. അതാണ് ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴും ബാബി ഇല്ലാത്തതും ഉള്ളപ്പോൾ ലേറ്റ് ആവുന്നതും. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി. അപ്സ്റ്റെയറിലും ഗ്രൗണ്ട് ഫ്ലോറിലാണ് 2 നിലയിലായിട്ടാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. നമ്മൾ അപ്സ്റ്റെയറിലാണ് കേട്ടോ പ്രിഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ടേക്ക് അവേ ഡൈനിങ് എല്ലാം അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ട് ഇരിക്കാൻ നമ്മൾ മജ്ലിസാണ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. മെനു നോക്കലാണ്, പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കുറച്ച് മുകളിലായി വെച്ചിരിക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് ഓർഡർ കൺഫേം ചെയ്യും. പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തു. പിന്നീട് നമ്മൾക്കൊരു 5 minutes മാത്രമാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. അതിന് മുൻപ് തന്നെ ഫുഡ് നമുക്ക് വരികയും ചെയ്തു. ഈ ഒരു ബട്ടണാണ് പ്രസ് ചെയ്ത ഉടനെ തന്നെ അവിടുത്തെ സ്റ്റാഫുകൾ വന്നു. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഓർഡർ എടുക്കുന്നത്. നല്ല ബിഹേവിയർ ഉള്ള സ്റ്റാഫുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇപ്പം ഏകദേശം സമയം 1 മണിയായി കാണും. എല്ലാവർക്കും നല്ല വിശപ്പിന്റെ വിളി വന്നു തുടങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ നല്ല കളിയിലാണ്. ഷിയാബാക്ക, ബാബി, ഞാൻ, ഈക്ക എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. എല്ലാവരും അതിൻ്റെതായ ജാടൊന്നും കാണിക്കുന്നില്ല മുഖത്ത്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് സ്പൈസി ചിക്കൻ മന്തി, മട്ടൻ മീറ്റ് മന്തി. ഇതാണ് ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷസ്. സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ചിക്കൻ സൂപ്പ് ആൻഡ് സാലഡ് കൊണ്ടുതന്നു. എനിക്ക് പേഴ്സണലി സൂപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അത്രയ്ക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ സൂപ്പ് ഇവാനുമാണ് കേട്ടോ കുടിക്കുന്നത്. അവൾക്ക് സൂപ്പ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തൊരു ഷോർട്സിൽ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലെ റേറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്കാണെങ്കിലാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളെ ഫുഡ് എത്തി. അങ്ങനെ നമ്മൾ ഫുഡ് സെർവ് ചെയ്യലാണ്. നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഷിയാബാക്കയാണ് കേട്ടോ എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നത്. കാരണം കയ്യിൽ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ആദ്യം ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ബാബിയും ഇക്കയും 2 പേർക്കും ചിക്കൻ മന്തിയാണ് വേണമെന്ന് പറഞ്ഞാൽ അവർ മട്ടൻക്ക് അങ്ങനെ താല്പര്യമില്ല. അപ്പം ഞാനും ഷിയാബാക്കയാണ് മട്ടൻ കഴിക്കുന്നത്. ഇക്കയും ബാബിയും ചിക്കനാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചോറൊന്ന് കഴിച്ചു നോക്കാം. ഫസ്റ്റ് ഇച്ചിരി മട്ടൻ എടുത്തിട്ട് ചോറ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കുക. നല്ല കിടുക്കൻ സാധനം. ഈ റൈസ് നല്ല ഫ്ലഫ്ലി സ്മോക്കി റൈസാണ് കേട്ടോ. ഒരുപാട് മസാല സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാത്തതിനെ കൊണ്ട് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇത്. കുഞ്ഞു മക്കൾക്ക് വരെ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇവിടെ 2 പേര് ചിക്കൻ മന്തിയാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുള്ളത്. ചിക്കൻ്റെ റെഡ് മസാല അടിപൊളിയാണ്. മട്ടനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പൈസസ് ഇഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് ചിക്കൻ തന്നെ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴും ചിക്കൻ കണ്ടിട്ട് എൻ്റെ വായിൽ വെള്ളം വരികയാണ് കേട്ടോ. അത്രയും കിടുക്കൻ ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ്റേത്. തേർഡായിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ക്രീമി ചീസി കുനാഫയാണ്. ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷ് തന്നെയാണ് ഈ കുനാഫയും. ആ ഷുഗർ സിറപ്പ് അങ്ങോട്ട് ഒഴിച്ച് 1 സ്പൂണ് വായിൽ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴി അറിയില്ല. അത്രയ്ക്കും സോഫ്റ്റായ കുനാഫയാണ്. ഞാൻ തന്നെയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്തത്. ഇവാനുവിന് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവൾക്ക് അങ്ങനെ ഷുഗറുള്ള ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടമില്ല. ബാബിക്ക് ഇതാ കുനാഫ കോരി കൊടുക്കുന്നത് ഷിയാബാക്കയാണ് കേട്ടോ. പിള്ളേർക്കും ഷിയാബാക്ക തന്നെയാണ് കുനാഫ കൊടുക്കുന്നത്. ഇവാനുവിന് അത്ര ഇഷ്ടമായിട്ടില്ല. ഏസയ്ക്ക് ക്രീമി ചീസിൻ്റെ കുനാഫ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇവാനു പിന്നെ സൂപ്പൊക്കെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് ആളുടെ വയറ് അത്യാവശ്യം ഫില്ലായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ആൾക്ക് തീരെ കുനാഫ ഇഷ്ടമായിട്ടില്ല. കുനാഫയുടെ ടേസ്റ്റ് കാരണം നമ്മൾ ഒരെണ്ണം കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഷുഗർ സിറപ്പും ഒക്കെ ഒഴിക്കുന്നത് ഇവാനും ഇക്കയും കൂടിയിട്ടാണ് കേട്ടോ.
കുനാഫയുടെ ഫസ്റ്റ് ബൈറ്റ് എനിക്ക് ഇക്കയാണ് കേട്ടോ തരുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ ഇക്ക തന്ന്, അപ്പോൾ ദാ അവരെന്നെ കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ ചിരിക്കുന്നതിന് ശേഷമാണ് ഇക്ക കഴിക്കുന്നത്. അങ്ങനെ ദാ ഇക്കയും കഴിക്കുന്നുണ്ട്. ഇക്കാക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇവാനിനെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കുനാഫ നല്ല ഇഷ്ടമായിട്ടുണ്ട്. സോ മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആണിത്. ഇവിടുത്തെ കുനാഫ ആൻഡ് ചിക്കൻ മന്തി, മട്ടൻ മന്തി മസ്റ്റ് ട്രൈ ആണ്. സോ ഗൈസ്, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ്, സബ്സ്ക്രൈബ്. മേക്ക് ഷുവർ സീ യു നെക്സ്റ്റ് ടൈം വീഡിയോസ് ഫ്രണ്ട്സ്. ബൈ.